നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത്. കാരണം ഒരിക്കൽ അവർ നമ്മെ അവഗണിച്ചാലോ മുഖം തിരിച്ചാലോ നമ്മൾ തകർന്നു പോയേക്കാം. വിജയത്തിന്റെ ശരിക്കുമുള്ള അർത്ഥം മനസ്സിലാക്കാത്തവരാണ് എളുപ്പ വഴിയിലൂടെ വിജയം ആഗ്രഹിക്കുന്നത്. ജീവിതം എന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ചൂതാട്ടമാണ്. ജീവിതത്തിലെയോ ലോകത്തിലെയോ ഒന്നും തന്നെ ശാശ്വതമല്ല. നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും ഊഹിക്കാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ ചിലരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അത് നമ്മുടെ വെറുമൊരു വിശ്വാസം മാത്രമാണ്. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ്, ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, മറക്കാനും പ്രയാസമാണ്. ദുഃഖത്തിനുള്ള പരിഹാരം ദുഃഖിച്ചിരിക്കലല്ല, പുതിയ സന്തോഷങ്ങൾ കണ്ടെത്തലാണ്. പുറമെ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം. നമ്മളെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരാണ് നമ്മളെ വെറുക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവു കഴിവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. ചില വേരുകൾ ആഴ്ന്നിറങ്ങിയാൽ പിന്നെ പിഴുതെറിയാൻ പറ്റില്ല. അത് മണ്ണിലാണേലും മനസ്സിലാണേലും. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. താങ്ങി നിർത്താൻ കൂടെ ഒരാളില്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും. എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരെ ചതിക്കാൻ പഠിക്കരുത്. അവരുടെ പാപത്തിന്റെ ഫലം അവർ അനുഭവിക്കും. സത്യസന്ധതയ്ക്ക് മരണമില്ല. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ വെല്ലുവിളിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം നമ്മുടെ വിജയം കൊണ്ടാണ്. മറ്റൊരാൾക്കും വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിഡ്ഢിതമായി തോന്നുമെങ്കിൽ അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക. അവരില്ലാതെ നിങ്ങൾ എത്ര സന്തോഷവാനാണെന്ന് കാണുമ്പോഴാണ് ആളുകൾ നിങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയതിൽ വിഷമിക്കാൻ തുടങ്ങുന്നത്. കുട്ടികൾക്ക് ജ്ഞാനവും വിവേകവും വിനയവും പകർന്നു കൊടുക്കുക. അപ്പോൾ മനുഷ്യരെ ശിക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതാകും. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ പോവുക എന്നതാണ്. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടും. രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ. എന്തു പ്രശ്നം വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും നിങ്ങളെ ചതിക്കാനായി കാത്തിരിക്കുന്ന വ്യക്തിയെയും നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതാണ് ജീവിതം. ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം: ഒരു വേദന ഉണ്ടെങ്കിൽ അതിന് തുല്യമായ നേട്ടവും ജീവിതത്തിൽ ഉണ്ടാകും. ഈ പരാജയം ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വിജയം ആരംഭിക്കുകയായി. ചിലപ്പോൾ തോൽവികൾ തുടർച്ചയായി സംഭവിച്ചെന്നിരിക്കും. എന്നാൽ അതിലൊന്നും പിന്മാറാതെ വിജയം നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. ഒടുവിൽ പരിശ്രമത്തിന്റെ ഫലമായി വിജയം നേടുക തന്നെ ചെയ്യും. ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. താൻ എന്താണെന്ന കൃത്യമായ ബോധവും തന്റെ കഴിവുകളിൽ പൂർണ്ണമായ വിശ്വാസമുള്ള വ്യക്തികൾക്ക് ചുറ്റുമുള്ളവർ പറയുന്നത് എന്താണെന്ന് ഗൗനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാറുണ്ട്. അതിൽ നിന്നാണ്
കൂടുതലുള്ളവർ വേദനിപ്പിക്കുമ്പോൾ ആ വേദന തീരാ ദുഃഖമായി മാറുന്നത് പ്രതീക്ഷകൾ തരുന്നത് ബന്ധങ്ങളുടെ ഉലച്ചിലിന് കാരണമാകും. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സൗഹൃദങ്ങൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല, എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഒരു പുരുഷൻ പൊക്കം കുറഞ്ഞവനോ വിരൂപനോ ആകട്ടെ, അയാളുടെ ഉള്ളിൽ ആരെയും പ്രചോദിപ്പിക്കാൻ കഴിയുന്ന തീ ഉണ്ടെങ്കിൽ ഏത് സ്ത്രീയും അയാളെ ഇഷ്ടപ്പെടും. നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. കൃത്യമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായേക്കാം. എങ്കിലും ഒരിക്കലും നിങ്ങൾ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുക. അംഗീകരിക്കാൻ മടിയുള്ളവരുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ കഴിവുകളെ എറിഞ്ഞു കൊടുക്കുന്നത് വളരാനുള്ള വഴികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കരണങ്ങളും ഉയരാനുള്ള വാശി നമ്മൾ നിറയ്ക്കുകയും ചെയ്യും. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാവരും സ്വപ്നം കാണും. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും. എന്നിട്ടത് ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കും. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നാം നിൽക്കേണ്ട സ്ഥലം നമുക്ക് വ്യക്തമാകും. ഏറ്റവും ഭാരമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ ഈ ലോകത്ത്. അത് നമ്മൾ നിരന്തരം വീർപ്പുമുട്ടിക്കുന്ന ധർമ്മസങ്കടങ്ങളാണ്. സ്വയം തോറ്റു തരുന്നവർക്ക് വിജയത്തെക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല, വിവേകം മുറുകെ പിടിക്കാനുള്ളതാണ്. സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ്. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ്, അറിവില്ലായ്മയുടെ തുടക്കം. തോട്ടക്കാരൻ എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം നൽകുന്നു, പക്ഷേ ഫലങ്ങൾ സീസണിൽ മാത്രമേ ലഭിക്കൂ. അതിനാൽ ജീവിതത്തിൽ ക്ഷമയോടിരിക്കുക. എല്ലാം കൃത്യസമയത്ത് നടക്കും. സുന്ദരികളായ 90% സ്ത്രീകളുടെയും ജോലി കൂടുതൽ ആകർഷകമല്ലാത്ത പുരുഷന്മാരാണ്. കാരണം സ്ത്രീകൾ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആകർഷണത്തെക്കാൾ ഉപരി അവരുടെ ഗുണങ്ങളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രശ്നങ്ങളിൽ പതരാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.